ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് ഫാൻറ്റസിയിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഹോം മെയ്ഡ് വാനില സ്പോഞ്ച് കേക്ക്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 മീഡിയം സൈസ് മുട്ട, ബേക്കിംഗ് സോഡ, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, 250 ഗ്രാം മൈദ, 1/2 കപ്പ് ഓയില്, 1/2 കപ്പ് പാല്, വാനില എക്സ്ട്രാക്റ്റ്, ബേക്കിംഗ് പൗഡർ. ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതില്ലെങ്കിൽ നമുക്ക് മിക്സിയിലാണേലും ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മുട്ടയൊന്ന് പതഞ്ഞു വരുന്നിടം വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര ഇതിലേക്കിട്ട് ഒന്ന് നന്നായി ബീറ്റ് ചെയ്യാം. പൊടിച്ച പഞ്ചസാര ചേർത്തതിന് ശേഷം പതിയെ നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം പകുതി മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ബാക്കി മൈദ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മൈദയും അതുപോലെ തന്നെ നമ്മുടെ പൊടിച്ച പഞ്ചസാരയും മുട്ടയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്ററിന്റെ ആവശ്യമില്ല. ഞാനിവിടെ ഒരു വിസ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിസ്ക് വെച്ച് ഈ നമ്മുടെ മിക്സ് ഒന്ന് നല്ലപോലെ ഞാൻ ഇളക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ മിക്സിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1/2 കപ്പ് പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവും. അത് നല്ലതുപോലെ മിക്സ് ഒന്ന് ഇളക്കുക. ഇനി 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ആഡ് ചെയ്ത് ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ബാക്കിയുള്ള മൈദയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. 2 പിഞ്ച് ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഈ സമയത്ത് നമ്മുടെ ബാറ്ററിൽ ചെറിയ കട്ടകളോ തരികളോ ഒന്നും കാണാതെ ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ബാറ്റർ ഇപ്പൊ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ബാറ്റർ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓവനിലേക്ക് ഇത് വയ്ക്കാം. നമ്മുടെ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കേക്ക് അതിൽ വെക്കാൻ. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്